നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് വേണം നിങ്ങൾ പുറത്തിറങ്ങാനായിട്ട്. ഈ ബോക്സിനുള്ളിൽ ചിലപ്പം വെരി ഗുഡ് ബോക്സിനകത്തുള്ളതെല്ലാം കിടിലൻ സമ്മാനങ്ങളാണ്. ടെലിവിഷനും ഫ്രിഡ്ജും ഈ പറയുന്നത് പോലെ തന്നെ മൊബൈൽ ഫോണുകളും ഉൾപ്പെടെയുള്ള ഒരുപാട് സമ്മാനങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ മറ്റത് രണ്ടിലും അത് ഡിസഡ്വാൻറ്റേജ് ആണ്. അതിനകത്ത് ചിലപ്പോ നമ്മുടെ ഈ ഗെയിം നിങ്ങളുടെ ജേർണി ഇവിടെ അവസാനിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഇതുവരെയും നേടിയെടുത്ത സാധനങ്ങളെല്ലാം ഫോർഫീറ്റ് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോ ഓപ്പോസിറ്റ് ടീമിന്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന സാധനങ്ങളിൽ ചിലത് ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതും അത് അങ്ങോട്ട് കാണിച്ചെന്തിനാ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കേണ്ടി വരും എന്നും പറയാം. ബാലൻസ് ആയില്ലേ? അപ്പോ അങ്ങനെ ഏത് വേണേലും സംഭവിക്കാം. കൂടുതൽ സാധനങ്ങൾ നിങ്ങളുടെ ആയതുകൊണ്ട് ആർക്കായിരിക്കും കൂടുതൽ എന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോ റെഡിയല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗിവ് ദം ദ ചോയ്സ് ഓഫ് ടോപ്പിക്. കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ശാസ്ത്ര സാങ്കേതികം, സയൻസ് ആൻഡ് ടെക്നോളജി. നല്ല ചോയ്സ് ആണല്ലോ. എന്റെ ഒപ്പീനിയൻ സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതികം കുഴപ്പമുണ്ടാവില്ല. നിനക്ക് കുഴപ്പമില്ലേ? കുഴപ്പമില്ല. റംസാൻ പഠിച്ച ടേസ്റ്റ് സാഹിത്യം. ഞാൻ കൊമേഴ്സ് ആണ് എടുത്തത്. കൊമേഴ്സ്. പക്ഷെ ഞാനിവിടെ പറയാൻ കാരണം ഒന്നില്ലെങ്കിൽ കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എടുത്താൽ അത് കുറച്ചുകൂടി കോമൺ ടോപ്പിക് ആണോ അല്ലെങ്കിൽ കുറച്ചും സേഫ് സൈഡ് ആണോ എന്ന് എനിക്കൊരു ആലോചന. ഇന്ത്യൻ സിനിമ. വിശാഖ എന്താ ശാസ്ത്ര സാങ്കേതിക ആദ്യം പറഞ്ഞു? അവര് ഭ്രാന്ത്. ഞാൻ ഷാർജയിലെ പഠിച്ചിരുന്നത്. അതെ, അതുകൊണ്ട് പിന്നെ എഞ്ചിനീയർ ആയതുകൊണ്ടുള്ള അഹങ്കാരമാണ്. അപ്പൊ ഇന്ത്യൻ സിനിമ അല്ലേ? അപ്പൊ ശാസ്ത്ര ഒരു തീരുമാനം എടുക്ക്. ഇല്ല സക്കര, നിന്റെ ഇഷ്ടം പോലെ. ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. ഓ, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വെറുതെ ചുമ്മാ നീ ആംഗ്യ ഭാഷയിലൂടെ ഇങ്ങനെയൊക്കെ ആക്കാലോ. ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമ. So going for the topic, Indian cinema. ഇനി അതറിയരുത്. Question number 1. മക്കൾ സെൽവൻ എന്ന വിശേഷണമുള്ള തമിഴ് നടൻ ആരാണ്? വിജയ് സേതുപതി. വിജയ് സേതുപതി. വിജയ് സേതുപതി. വേണ്ട, ഞാന് റംസാന്റെ എക്സ്പ്രഷൻ നോക്കും. അല്ല, എന്താണെന്നറിയോ, നമുക്ക് ചിലപ്പോ ഈ ഉത്തരങ്ങൾ അറിയായിരിക്കും. പക്ഷെ ഓൺ ദ സ്പോട്ട് വരുമ്പോ Yeah. ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അല്ല, this is വിജയ് സേതുപതി. വിജയ് സേതുപതി. മക്കൾ സെൽവൻ എന്നാണോ അതിന്റെ കൂടെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷണമുണ്ടോ? മക്കൾ സെൽവൻ എന്ന് പറയുന്ന ഒരു പഴയ നടന്റെ വിശേഷണമാണോ? ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല. മക്കൾ ചുമ്മാ കൺഫ്യൂസ് ചെയ്തത്. ശരി, മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്നത് തീർച്ചയായും വിജയ് സേതുപതി തന്നെയാണ്. അങ്ങനെ തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റവും രീതികളും ആൾക്കാർക്ക് സംസാരിക്കുന്നതും ഒക്കെ മക്കൾ സെൽവൻ ആണല്ലേ? മക്കൾ സെൽവൻ ഒരു വലിയ കഴിയും കൂടി കൊടുത്തു. ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് 45 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരു ടാസ്ക് കഴിഞ്ഞാൽ മിസ്റ്ററി ബോക്സ്. അതാണ് എടുത്തു വരേണ്ടത്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ എ ഗുഡ് പ്രൈസ്. നല്ല സമ്മാനം കിട്ടട്ടെ. നമുക്ക് ടാസ്ക് എന്താണെന്ന് അറിയാൻ ഓവർ ടു മീനാക്ഷി സുധീർ. നമ്മൾ അടുത്തതായി കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് എയർ കിക്ക്. സോ ദാ എന്റെ മുമ്പിലായിട്ട് 5 കപ്സ് ഉണ്ട്, ഒരു ബൗൾ നിറയെ ബലൂൺസ് ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂൺ എടുക്കുക, അത് വീർപ്പിക്കുക, ആ എയർ ഉപയോഗിച്ച് ഈ ഒരു കപ്പിനെ ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുക. അതേപോലെ ഈ 5 കപ്പിനെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കണം. അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആയതായി നമ്മൾ കരുതുന്നത്. 5 എത്തിക്കണം. പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നത്? ഈ ഒരു മിസ്റ്ററി ബോക്സ് ആണ്. 4 എണ്ണം ഉണ്ട്. പക്ഷെ ഇതിൽ ഏതിലൊക്കെയാണ് നെഗറ്റീവ്, ഏതിലൊക്കെയാണ് പോസിറ്റീവ്, ഐ ഡോണ്ട് നോ. അത് നിങ്ങളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ ഒരു ഭാഗ്യ പരീക്ഷണമാണ് മൊത്തത്തിൽ ഈ ഒരു റൗണ്ട്. തീർച്ചയായും. റെഡി? ആരാ പോണേ? വിശാഖല്ലേ പോണേ? വിശാഖേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓടൂ, വാരൂ, നേടൂ, ഗോ. പോടേ.
ലാസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എടുക്കണോ അതിന്റെ അപ്പുറത്തിരിക്കണ എടുക്കണോന്ന്. അപ്പൊ ഇപ്പൊ അറിയാം. കുഴപ്പമില്ല. എടുത്തത് കറക്റ്റ് ആണോ അല്ലാതെ ഇപ്പൊ അറിയാം. പക്ഷെ ബ്യൂട്ടിഫുള്ളി പ്ലേ കേട്ടോ. നമ്മൾ ആദ്യം ശരിക്കും കളിക്കുന്നത് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആദ്യത്തെ തന്നെ നാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഈസി ആയി. പിന്നെ കപ്പൊക്കെ പറക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ മീനാക്ഷിയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ആണല്ലേ? താങ്ക് യു മീനാക്ഷി. ഓഹോ അത് ശരി. ഓക്കെ റെഡി. നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുറക്കാം. ഇതല്ലേ നിങ്ങളുടെ ഫുൾ സെറ്റ്? എന്താ സോറിടാ. ഇല്ലല്ല അത് കൊപ്പണ സബ്മിറ്റ് ചെയ്യാൻ മൊത്തം കൊടുക്കണോ? ചുമ്മാ ഇല്ല എവർക്ക് ഗുണമൊന്നുമില്ല. നമുക്ക് പോവാം. മൊത്തം പോയോ? നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത 2 റൗണ്ടാ ഉള്ളത്. അതെ, 2 റൗണ്ട് എന്ന് പറയുന്നത് 4 നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസ്, 5 നമ്മുടെ മെഗാ പ്രൈസ് വരുന്നത്. ശരിക്കും ഇപ്പൊ ഈ റൗണ്ട് കടന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോവുള്ളൂ. ഈ റൗണ്ടിൽ സാധാരണ എലിമിനേഷൻസ് ഉണ്ടാവാറില്ല. ഇതുപോലെ വളരെ കുറച്ച് സമയത്തെ ഇതിലൂടെ എലിമിനേഷൻസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഇത്തവണ ഈ പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ജേർണി കണ്ടിന്യൂസ് വിത്ത് എ വാഷിംഗ് മെഷീൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.